ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതം എപ്പോഴും സമാധാനപരവും അനുഗ്രഹപ്രദവുമായിരിക്കും. പലപ്പോഴും നാം കഷ്ടതയുടെ നടുവിൽ നിൽക്കേണ്ടി വന്നാലും ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എഴുന്നേൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. അതെ, ദാനിയേൽ നിർണായകമാകുന്ന ഒരു പരിശോധനയുടെ നടുവിൽ നിൽക്കുകയാണ്. ദൈവത്തെ ആഴമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയ അവസരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ നാം അത് ഉപയോഗിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ദൈവം നമ്മോട് ചേർന്ന് നടക്കുകയും ചെയ്യും. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചില സമയങ്ങളിൽ വലിയവനായ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് പല കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നു ചേരും എന്ന് നാം കരുതാറുണ്ട്. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ ദൈവം നിനക്കായി ഇറങ്ങി വരും എന്നതാണ് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓഫ് കോഴ്സ് പലപ്പോഴും കഷ്ടതകളുടെ നടുവിൽ നാം നിന്നാലും മനുഷ്യൻ അത്ഭുതം കൂറുമാറ് ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്താൽ ദൈവത്തിന് നമ്മളെ വിടുവിക്കുവാൻ കഴിയും. അധികാരങ്ങൾ പലപ്പോഴും നമ്മൾക്ക് എതിരായി എന്ന് വന്നേക്കാം. ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരുവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന പല അനുഭവങ്ങളും. ദാനിയേൽ പലപ്പോഴും പേരെടുക്കുവാനോ പ്രസിദ്ധി നേടുവാനോ ശ്രമിച്ചിരുന്നില്ല. ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുവാൻ മാത്രം ശ്രമിക്കുകയും താൻ ചെയ്തതുപോലെ ദിവസവും ദൈവസന്നിധിയിൽ തൻ്റെ സങ്കടയാചനകൾ ദൈവത്തെ അറിയിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ദാനിയേലിനു വേണ്ടി ദൈവം കാര്യവും വ്യവഹാരവും നടത്തി തന്നെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തു നിന്ന ദാനിയേലിനെ ദൈവം ഏറ്റവും ഉയർത്തി. കൂട്ടുകാരിൽ പരമായി ശ്രേഷ്ഠമായ നിലകളിൽ ദൈവം അവനെ ഉയർത്തി. അത്ഭുതത്തിൻ്റെ വഴിയും വാതിലും ദാനിയേലിന് വേണ്ടി തുറന്നു വന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അനുദിനം വിശ്വസ്തയോടെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.